യൗസേപ്പിന്റെ വണക്കമാസം 22-ാം തീയതി മാർ യൗസേപ്പ് പിതാവിന്റെ ഉപവി. വിശുദ്ധിയുടെ സാരസംഗ്രഹം ദൈവസ്നേഹവും പരസ്നേഹവുമാണല്ലോ. നമ്മുടെ പിതാവ് മാർ യൗസേപ്പിൽ അതിൻ്റെ പൂർണ്ണതയിൽ വിളങ്ങിയിരിക്കുന്നു. ദൈവത്തോടുള്ള അതീവ സ്നേഹത്താൽ പ്രേരിതനായി വിശുദ്ധ യൗസേപ്പ് വിരക്ത ജീവിതം നയിച്ചു. വിരക്തിയുടെ ക്രിയാത്മികമായ വശം ദൈവസ്നേഹവും പരസ്നേഹവും അത്രേ. ദിവ്യജനനിയുടെ വിരക്തഭക്താവും ദൈവകുമാരൻ്റെ വളർത്തുപിതാവും എന്നുള്ള നിർവഹണത്താൽ അനുഭവിക്കേണ്ടി വരുന്ന എല്ലാവിധ ക്ലേശങ്ങളും സഹർഷം സ്വാഗതം ചെയ്യുവാൻ അദ്ദേഹം പ്രേരിപ്പിച്ചത് വത്സലപിതാവിൽ ജ്വലിച്ചിരുന്ന സ്നേഹം മാത്രം. പരിശുദ്ധ കന്യാമറിയത്തോടും ഈശോ മിശിഹായോടുമുള്ള നിരന്തര സഹവാസം ദൈവസ്നേഹത്തിൽ അനുനിമിഷം പുരോഗമിക്കുവാൻ സഹായകവുമായിരുന്നു. നിങ്ങൾ ഭക്ഷിക്കുകയോ പാനം ചെയ്യുകയോ മറ്റെന്തെങ്കിലും ചെയ്യുന്നെങ്കിൽ എല്ലാം ദൈവമഹത്വത്തിന് വേണ്ടി ചെയ്യുവിൻ എന്ന് അപ്പോസ്തല പ്രവരൻ ഉത്ബോധിപ്പിക്കുന്നുണ്ടല്ലോ. അത് വിശുദ്ധ യൗസേപ്പ് പ്രാവർത്തികമാക്കി. അവിടുന്ന് എല്ലാം മരിയാമ്പികയ്ക്കും ഈശോയ്ക്കും വേണ്ടിയാണ് ചെയ്തത്. എല്ലാം ഈശോയോടു കൂടിയും ഈശോയിലും ഈശോയ്ക്ക് വേണ്ടിയും ചെയ്തു. അത് ദൈവത്തിന് ഏറ്റവും സംപ്രീതജനകമാണ്. വിശുദ്ധ യൗസേപ്പ് അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് അസാധാരണ കൃത്യങ്ങളോ അത്ഭുതങ്ങളോ ഒന്നും പ്രവർത്തിച്ചില്ല. പക്ഷേ ദൈവജനനി കഴിഞ്ഞാൽ മനുഷ്യ വ്യക്തികളിൽ ഏറ്റവും ഉന്നതമായ വിശുദ്ധി പ്രാപിച്ചു വന്യപിതാവ്. എല്ലാം ദൈവസ്നേഹത്തെ പ്രതി ദൈവസ്നേഹത്തെ പ്രതിയാണ് പ്രവർത്തിച്ചത്. ഈശോയോടും പരിശുദ്ധ കന്യയോടുമുള്ള സ്നേഹവും അതുല്യമായിരുന്നു. മാർ യൗസേപ്പ് തൻ്റെ ജോലിയാണ് ചെയ്തിരുന്നത്. ഒരു ഉപജീവന മാർഗം എന്ന നിലയിലും സഹോദര സേവനമായിട്ടാണ് അദ്ദേഹം അത് പരിഗണിച്ചത്. പരോപകാരാർത്ഥം മിതം ശരീരം എന്നുള്ള തത്വം മാർ യൗസേപ്പ് ജീവിതത്തിൽ പ്രാവർത്തികമാക്കി. നമ്മുടെ പിതാവിൻ്റെ ദൈവസ്നേഹ തീഷ്ണത നമുക്ക് മാർഗദർശനമാകണം. ജീവിതാന്തസ്സിൻ്റെ ചുമതലകളുടെ നിർവഹവും നമ്മുടെ ജോലികളുമെല്ലാം ദൈവസ്നേഹത്തിലും സഹോദര സ്നേഹത്തിലും വളർന്നു വരുവാൻ നമ്മെ സഹായിക്കണം. മതപരമായ ജീവിതം കേവലം ബാഹ്യമായിട്ടുള്ള ആചാരമനുഷ്ഠാനങ്ങളിൽ മാത്രമല്ല ഒതുങ്ങി നിൽക്കേണ്ടത്. ദൈവത്തോടും സഹോദരങ്ങളോടുമുള്ള ക്രിയാത്മിക സ്നേഹമായിരിക്കണം അതിൻ്റെ അന്തസ്സത്ത. സ്നേഹം വൈകാര്യമായിരുന്നാൽ മതിയാവുകയില്ല. അത് വാക്കുകളുടെയും അസ്തിത്വത്തിൻ്റെയും ഭാവവും പ്രവർത്തനത്തിൻ്റെ ചൈതന്യവുമായി മാറണം. അതാണ് ക്രിസ്തീയമായ വിശുദ്ധി. സ്വർഗാത്മമായ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാക്കണം. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്നത് കൊണ്ട് എൻ്റെ ശിഷ്യനായിരിക്കുന്നു എന്ന് ലോകം മനസ്സിലാക്കുമെന്നുള്ള മിശിഹായുടെ ദിവ്യവചസ്സുകൾ നമുക്ക് മാർഗദർശനമാകേണ്ടതാണ്. ക്രിസ്ത്യാനികളെ സ്നേഹിക്കുന്നതിലുള്ള പരാജയമാണ് ആധുനിക ലോകത്തിലെ തിന്മകളുടെ എല്ലാം നിദാനം. സംഭവം വർഷങ്ങൾക്ക് മുമ്പ് ഇറ്റലിയുടെ തെക്ക് ഭാഗത്തുള്ള ഒരു ഗ്രാമത്തിലെ ഭവനത്തിൽ നിന്ന് അർദ്ധരാത്രിയിൽ ഒരു ദീനരോധനം ഉയർന്നു. ദാരിദ്ര്യരായ അഗ്നാസ്ന പിഞ്ചുബാലികയുടെ പിതാവിന് ഗുരുതരമായ രോഗം പിടിപെട്ട് മരണാസന്നനായി കിടക്കുകയാണ്. ബാലികയുടെ മാതാവ് നേരത്തെ മരിച്ചിരുന്നു. ഏകാലംബമായ പിതാവും ഇപ്പോൾ വേർപിരിഞ്ഞു പോകുമെന്ന ഭയം അവളെ ഗസിച്ചു. ബാലികയുടെ ശോകപൂർണമായ വിലാപം ശ്രവിച്ച അയൽവാസി സ്ത്രീ അവിടെ വന്ന് അവളെ ആശ്വസിപ്പിച്ചു.
കൊണ്ട് ജപമാല ചെല്ലാൻ തുടങ്ങി. തദവസരത്തിൽ ദേവാലയത്തിൽ മണിനാദം ഉയർന്നു. കാരണം എന്താണെന്ന് ബാലിക ചോദിച്ചതിന് ഇന്ന് മാർയോസേപ്പ് പിതാവിൻ്റെ തിരുനാളാണെന്ന് സ്ത്രീ പ്രതിവദിച്ചു. ഉടൻ തന്നെ ബാലിക മുട്ടിന്മേൽ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു: തിരുക്കുടുംബത്തിൻ്റെ പാലകനായ മാർയോസേപ്പേ, എൻ്റെ പ്രിയപ്പെട്ട അപ്പച്ചൻ്റെ രോഗം മാറ്റി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കണ്ണീരൊഴുക്കിക്കൊണ്ട് ആ ബാലിക നടത്തിയ ആ പ്രാർത്ഥനക്ക് ഫലമുണ്ടായി. രോഗിയിൽ അല്പം ആശ്വാസം ദർശിക്കുവാൻ കഴിഞ്ഞു. ദിവസങ്ങളായി യാതൊന്നും കഴിക്കാതെ കിടന്ന ആ മനുഷ്യൻ ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം അയാൾ സ്വന്തം മകളുമൊത്ത് യൗസേപ്പ് പിതാവിൻ്റെ തിരുനാളിൽ സംബന്ധിക്കുവാനുള്ള കഴിവും ശക്തിയും ഉണ്ടായി. പൂർണ്ണ വിശ്വാസത്തോടുകൂടി അർപ്പിക്കുന്ന യാതൊരു പ്രാർത്ഥനയും ദൈവം തള്ളിക്കളയുകയില്ല. ജപം. മാർയോസേപ്പ് പിതാവേ, അങ്ങ് യഥാർത്ഥ ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ഉത്തമാനി ദർശനമാണ്. അങ്ങിൽ ആശ്രയിക്കുന്നവരെ സഹായിക്കുവാൻ അവിടുന്ന് സർവോന്നതനുമാണല്ലോ. അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവരെ സഹായിക്കുന്നതിലും താല്പര്യനായിരിക്കുന്നു. മനുഷ്യ സേവനമായിരുന്നു അവിടുത്തെ ജീവിത നിയമം. വന്യപിതാവേ, ദൈവത്തെ എല്ലാറ്റിലും ഉപരിയായി സ്നേഹിക്കുവാനും സഹോദരങ്ങളിൽ മിശിഹായെ തന്നെ ദർശിച്ച് അവരെ സ്നേഹിക്കുവാനും സേവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ക്രിസ്തീയ സ്നേഹത്തിലും പ്രേക്ഷിതരായി ഞങ്ങൾ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കട്ടെ. സർവസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ അറിഞ്ഞു പറയുമേ, സുസ്ഥി കർത്താവിലൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹപ്പെടലാവുന്ന അങ്ങയുടെ ദുരിതന്മരമായി ഈശോ അനുഗ്രഹപ്പെടലാവും. പരിസരമേ അമ്രാനുമേ, പാവളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമീൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിയെ പോലെ ഇപ്പോഴെപ്പോഴേ എന്നേക്കും. ആമീൻ. വിശുദ്ധ യൗസേപ്പിൻ്റെ ലുത്തിനിയ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ അനുഗ്രഹിക്കണമേ. കർത്താവെ അനുഗ്രഹിക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗ്ഗസ്ഥനായ പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് പറയുക. ലോകരക്ഷകനായ ക്രിസ്തുവേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധമേ, വിശുദ്ധ മറിയമേ, വിശുദ്ധ യൗസേപ്പേ, ദാവീദിന്റെ വിശിഷ്ട സന്താനമേ, ഗോത്രപിതാക്കളുടെ പ്രകാശമേ, ദൈവജനനിയുടെ ഭർത്താവേ, പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര, ദേവകുമാരൻ്റെ വളർത്തുപിതാവേ, മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക, തിരുക്കുടുംബത്തിൻ്റെ നാഥനെ, എത്രയും നീതിമാനായ വിശുദ്ധ, മഹാവിരക്തനായ വിശുദ്ധ, മഹാവിവേകിയായ വിശുദ്ധ, മഹാധീരനായ വിശുദ്ധ, അത്യന്തം അനുസരണമുള്ള വിശുദ്ധ, മഹാവിശ്വസ്തനായ വിശുദ്ധ, ക്ഷമയുടെ തർപ്പണമേ, ദാരിദ്ര്യത്തിൻ്റെ സ്നേഹിത, തൊഴിലാളിയുടെ മാതൃകയെ, കുടുംബജീവിതത്തിൻ്റെ അലങ്കാരമേ, കന്യകകളുടെ സംരക്ഷക, കുടുംബങ്ങളുടെ ആധാരമേ, നിർഭാഗ്യരുടെ ആശ്രയമേ, രോഗികളുടെ ആശ്രയമേ, മരണാവസ്ഥയിരിക്കുന്നവരുടെ മധ്യസ്ഥ, പിശാചുക്കളുടെ പരിഭ്രമമേ, തിരുസഭയുടെ പാലക, ഭൂലോകപാവങ്ങൾ നീക്കുന്ന ദൈവജനപേട്ടിൻകുട്ടിയായിരിക്കുന്ന യേശുതമ്പുരാനെ, കർത്താവേ ഞങ്ങളുടെ പാവങ്ങൾ ക്ഷമിക്കണമേ. ഭൂലോകപാവങ്ങൾ നീക്കുന്ന ദൈവജനപേട്ടിൻകുട്ടിയായിരിക്കുന്ന യേശുതമ്പുരാനെ, കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ഭൂലോകപാവങ്ങൾ നീക്കുന്ന ദൈവജനപേട്ടിൻകുട്ടിയായിരിക്കുന്ന യേശുതമ്പുരാനെ, കർത്താവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു, തൻ്റെ സകല സമ്പത്തുകളുടെയും നായകനുമാക്കി. പ്രാർത്ഥിക്കാം. അത്യന്തം നിർമ്മലനായ പരിശുദ്ധ കന്യകയ്ക്ക് ഭർത്താവായി നീതിമാനും വിവേകിയും വിശുദ്ധനുമായ വിശുദ്ധ ഔസേപ്പിനെ തിരഞ്ഞെടുത്ത ദൈവമേ, ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും മുഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയം നൽകുന്ന പിതാവായ അദ്ദേഹത്തെ
നിയമിച്ചതിൽ ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പിതാവിന്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് അപേക്ഷിക്കുന്നു. ആമേൻ. സുഹൃത ജപം. ദൈവസ്നേഹം നിറഞ്ഞ വിശുദ്ധ ഔസേപ്പേ, ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിക്കണമേ.